അടുത്ത ജോയിൻ ചെയ്തത് പണ്ട് സൈഫുക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്റെ അടുത്ത് തന്നെ പറഞ്ഞപ്പോ ഞാൻ ഇൻഷാല്ല വന്നിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ വന്നപ്പോ ഞാൻ ഇത് മനസ്സിലാക്കുന്നത് ഒരുപാട് കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. കാരണം ബാംഗ്ലൂർ പോലെ നഗരത്തിൽ വരുമ്പോൾ എല്ലാവർക്കും നല്ല എന്താ പറയാ ദീന ചിറ്റെന്നൊന്ന് കുട്ടികളും ഇവിടെ എത്തുമ്പോൾ ഡൈവേർട്ടായി പോകുന്നുണ്ട്. അതിനൊരു മാറ്റി കൊണ്ടുവരാൻ കാരണം നല്ല ലീഡർഷിപ്പ് പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ ഈ ഗ്രൂപ്പിലേക്ക് മാക്സിമം ആളുകൾ ഇപ്പൊ ആസിഫ് പി സംബന്ധിക്കുകയാണ് ഓനവന്റെ സർക്കിളിലുള്ള കുറച്ച് കുട്ടികളെ പരിചയം ഉണ്ടാവും. ഓരോരുത്തർ ജസ്റ്റ് രാവിലെ കളിക്കാൻ പോവാന്നുള്ള രീതിയിലേക്ക് ഇത് അവതരിപ്പിച്ചിട്ട് മെല്ലെ അടുപ്പിച്ചെടുക്കാൻ പറ്റും, ദീനിലേക്ക് അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലൂടെ ഓരോ നമ്മളതിന്റെ സന്തോഷങ്ങൾ ഈ ഒരു ഹാപ്പിനെസ് മനസ്സിലാവുമ്പോ ഓട്ടോമാറ്റിക്കലി ചിലത് കൊഴിഞ്ഞു പോകും, ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറും. അതെ, മാറും. നല്ലൊരു ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവിടെ ഞാൻ പോണ സമയത്തൊക്കെ വളരെ കുറച്ച് മുസ്ലിം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഹുദവിമാര് അങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ബിരുദങ്ങളിലുള്ള ആ മേഖല ആൾക്കാരടക്കം വന്നു തുടങ്ങി. അപ്പൊ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്കൊരു കൂട്ടായ്മ അല്ല, അതേപോലെ നമുക്ക് ഒന്നൊരു എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഒന്നും ഒരു വേദി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മജ്ലിസ് സുന്ന പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വ്യാഴാഴ്ച രാത്രി നമ്മളൊരു സലാത്തിന്റെ ഒരു പരിപാടി തുടങ്ങി. അപ്പൊ അത് തുടങ്ങി ഇപ്പം നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അന്ന് കുറെ വാഫി ഉസ്താദ്മാർ ഉദവി ഉസ്താദ്മാർ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ലീഡ് ചെയ്തു, നമ്മൾ എന്നിട്ട് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്ടായെന്ന് വെച്ചാല് ആ യൂണിവേഴ്സിറ്റിന്റെ ഒരു കൾച്ചറിന് വേറൊരു കൾച്ചറാണ്, ഒരു മിനി ഇന്ത്യയാണ്, അത് വേറൊരു കൾച്ചറാണ്. അവിടെ ആർക്കും എന്തും ചെയ്യാന്നുള്ള ഒരു കൾച്ചർ. അപ്പൊ അതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടെ വന്ന് ഉസ്താദ്മാരടക്കം പറഞ്ഞു ഷെയർ ചെയ്തൊരു എന്താ പറയാ ഒരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ തെറ്റിലേക്ക് പോവും. അതങ്ങനെയാണ്, മനുഷ്യന്റെ സഹജമാണത്. അപ്പൊ തെറ്റിലേക്ക് പോവും. അപ്പൊ ആ തെറ്റ് പോകുന്ന സമയത്ത് പടച്ചോൻ കണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ വേറെ ചിന്ത. പക്ഷെ അതുപോലെ നമ്മൾ മറന്നു ആ സമയത്ത്. പക്ഷെ ഈ കൂട്ടായ്മയുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ഇന്നെ കാണുമോ എന്നുള്ളൊരു പേടി പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ആ തെറ്റ് പോകുമ്പോ അയാൾ കാണുമല്ല, അവരുടെ ആരെയും കാണുമോ എന്നുള്ള പേടി കൊണ്ട് ആ തെറ്റിന്ന് പിന്നോട്ട് വന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞത് നമ്മളെ പോലെ സാധാരണക്കാരെ ആൾക്കാർ അല്ല, ഉസ്താദടക്കം പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും നമ്മളെ ചിന്തിക്കുന്നത്. കാരണം ശരിക്ക് നമുക്ക് ആ ഒരു പേടി അപ്പോഴാണ് വന്ന് തുടങ്ങിയത്. അപ്പൊ ഈ കൂട്ടായ്മയുടെ ഗുണം എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ ഈ അറിയുന്ന ആൾക്കാർ നമ്മളെ കാണുമോ എന്നുള്ളൊരു പേടി കൂടി നമുക്ക് വരും. അപ്പൊ തെറ്റിൽ നിന്ന് അകന്നു വെക്കും. അപ്പൊ ഈ പറഞ്ഞ സ്റ്റുഡൻസിനെ കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വലിയ കാര്യം എനിക്ക് തോന്നുന്നു.